ഹേയ് എവരി വൺ, ഞാനടക്കം ഒരുപാട് പേര് തിരഞ്ഞെടുക്കുന്ന ഒരു സാധനമാണല്ലേ ഈ ക്ലേ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡായിട്ട്. സംഭവം നമ്മൾ കോൺഫ്ലവറും ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ക്ലേ കണ്ടു. ബട്ട് അതിക്ക് 100 രൂപേൻ്റെ ഫെവിക്കോൾ വേണമെങ്കിൽ നമുക്ക് 100 രൂപ കൊടുത്ത് മീഷോ ഒന്ന് മേടിച്ചാൽ മതി. പക്ഷെ അതിന് വീട്ടിലുള്ളവർ സമ്മതിക്കണ്ടേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ നടന്ന് നോക്കുമ്പോഴാണ് അവസാനം നമുക്കൊരു ചാനലിൽ കിട്ടിയതാണ് ഈ ഒരു ക്ലേ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഇങ്ങനെ നോക്കിയാലോ. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ വാൾപുട്ടിയാണ്. വാൾപുട്ടിയോ വൈറ്റ് സിമെൻറ്റോ ഏതെങ്കിലും ഒന്ന്. പിന്നെ ഇതൊരു രസത്തിന് വെറുതെ ഞാൻ കാണിച്ചാണ് കേട്ടോ. ഫെവിക്കോളിലെ ലേശം വെള്ളം കൂട്ടിയിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഫെവിക്കോളിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറയുകയാണെങ്കിൽ. വെറും നമ്മുടെ പച്ച വെള്ളം വെച്ച് കുഴച്ചിട്ടാൽ മതി. പക്ഷേ കാണുമ്പോൾ ഒരു ഇതും കൂടെ ഉണ്ടാവണമല്ലോ. ഇനി അങ്ങോട്ട് പുട്ടിന് കുഴക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. ഈ വാൾപുട്ടിക്ക് വലിയ വിലയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പിന്നെ ഈ ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തിരക്കിടുണ്ടായില്ല. ഏതാണ്ട് ഒരു 30 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടും. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല പെയിൻറ്റ് പണിയോ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് പതുക്കെ കുറച്ച് അടിച്ചു മാറ്റി പോന്നാൽ മതി. അതൊന്നും പെരക്കാരോട് പറയല്ലേ. ഇനി പുട്ടിൻ്റെ പരുവത്തിൽ നിന്നും നമുക്ക് ചപ്പാത്തി പരുവത്തിലാക്കിയെടുക്കണം. അതിന് ഇത്തിരി പാടുണ്ട്. ഈ സാധനങ്ങൾ കുഴഞ്ഞിട്ടാനേ കുറച്ച് നേരം നമ്മൾ മല്ലിക്കെട്ടണം. പക്ഷേ കുഴഞ്ഞിട്ട് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് കാര്യം പോകും. ഒരു 10 മിനിറ്റ് കൂടുതൽ ഞാൻ കുഴച്ചിട്ടാണ് ഈ പരുവത്തിലായത്. എന്നാലും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു പൊട്ടുന്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒന്നും കൂടി കുഴക്കാമെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റോളം വീണ്ടും കുഴച്ചു. സംഭവം നല്ല സോഫ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയി. പിന്നെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ലേശം എണ്ണയേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി. പിന്നെ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷനൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒരു ബട്ടർ ഷീറ്റിൽ പരത്തി കൊടുത്താൽ കേട്ടോ. 2 പുറം ഒരേ സൈഡിൽ കനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുത്തത്. ഇനി നമുക്കിത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. സംഭവം ഞാനൊരു പെയിൻറ്റ് പാലറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നമ്മൾ ഒരു മുട്ട ഷേപ്പാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒക്കെ റെഡിയാക്കി വന്നപ്പോൾ എന്തോ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി ക്ലേ കൊണ്ട് അവിടെ പരിപാടി തുടങ്ങാൻ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വായിലാക്കാണ്ട നോക്കണേ. ഇനി പെയിൻ്റൊക്കെ വെക്കാനുള്ള സംഭവം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് റെഡിയാക്കുന്നത്. ഇതാദ്യമായിട്ടായതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ ക്ഷമിക്കും, നമുക്ക് അടുത്ത തവണ സംഭവം സെറ്റാക്കാം. ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കും ഉണങ്ങാൻ. ഇനി അതങ്ങോട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് വേറെ ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറീൻ്റെ ഫോട്ടോ ഹോൾഡറാണ്. ഞാൻ നമ്മുടെ പിൻട്രസ്റ്റിൽ കണ്ടപാടെ എനിക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിയൊരാഗ്രഹം തോന്നിയായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ക്ലേ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സ്ട്രോബെറി ആണോ അതോ എന്താ അയക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പിന്നെ അവലെങ്കിൽ അവല്, അതാണല്ലോ നമ്മുടെ തോത്. ഉണങ്ങണതിന് മുന്നേ വെച്ചോക്കണം കേട്ടോ, അടിയിൽ ഇരിക്കുന്നുണ്ടോ. ഇല്ലെങ്കിൽ ഇരിക്കുന്ന പരുവത്തിൽ ആക്കിയെടുക്കും വേണം. പിന്നെ നടുക്ക് കിട്ടുന്ന ഹോള് അത്യാവശ്യം വീതി ഉണ്ടായിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വെക്കാൻ മറക്കണ്ട. ഞാനിത് ഉണങ്ങാൻ വെക്കുമ്പോൾ ഇതങ്ങോട്ട് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇപ്പം എന്തേ കാര്യം ഉണ്ടായി, എൻ്റെ ഫോട്ടോ അതിലിരിക്കുന്നില്ല. ഇനിയുള്ള പരിപാടികളൊക്കെ സിമ്പിളാണ്. നമുക്ക് കളർ ചെയ്യാം. സാധാരണ ഞാൻ വൈറ്റ് മുട്ടയാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ഒരു നാടൻ മുട്ട ആയിക്കോട്ടെ. അങ്ങനെ ആ കളറൊക്കെ കൊടുത്തു. പിന്നെ ഫെവിക്കോൾ വെച്ച് വാർണിഷ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു ചുമ്മാ രസത്തിന് വേണ്ടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഫെവിക്കോളായിട്ട് വാർണിഷ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. വല്ല വാർണിഷോ നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത് നമ്മുടെ സ്ട്രോബെറീൻ്റെ വാലവിടെ പോയി. സംഭവത്തിന് കാണാനില്ലല്ലോ. എന്തായാലും സാധനം എങ്ങനെയുണ്ടെന്ന് പറ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ തരാം. ഇനി എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്തിട്ടാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിള്ളേരെ.